തിരുവനന്തപുരം വർക്കലയിൽ വീടിന് പുറത്താക്കിയ വൃദ്ധ ദമ്പതികളെ വീട്ടിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതായത് മാതാപിതാക്കളെ വീട്ടിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ മകൾ. വീടിന്റെ താക്കോൽ നൽകിയ ശേഷം മകളും കുടുംബവും വീട്ടിൽ നിന്ന് മാറി. മകൾ സിജിക്കും ഭർത്താവിനുമെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് നടപടി. അതേസമയം ഇവരെ മകൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സുനിഷ അയ്യലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ആദിൽ പാലോട് റിപ്പോർട്ട് ചെയ്തത്. അവരുടെ പ്രതികരണമൊക്കെ തന്നെ നമ്മൾ കണ്ടതുമാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? കേസെടുത്തത് കൊണ്ട് തന്നെ മകൾ ഈ വീട് വിട്ടു നൽകാൻ തയ്യാറാവുകയാണോ? മന്ത്രി ഉൾപ്പെടെ എന്താണ് പറയുന്നത്? വിനീത, നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരമായിരുന്നു ഇത്തരമൊരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഈ മാതാപിതാക്കളെ, വൃദ്ധ ദമ്പതികളായ മാതാപിതാക്കളെ മകൾ തന്നെ പുറത്താക്കുന്നൊരു സ്ഥിതിയായിരുന്നു. അതിനുശേഷം പോലീസും സബ് കളക്ടറും അടക്കം സ്ഥലത്തെത്തി പലതവണ ഈ വീട്ടിലേക്ക് കയറ്റണമെന്ന് പറഞ്ഞെങ്കിൽ പോലും മകൾ തയ്യാറായില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഈ മരുന്നുകളടക്കം, ക്യാൻസർ പേഷ്യൻ്റായ അച്ഛനാണ് ഇവർക്ക് മരുന്നുകളടക്കം ഈ ജനലിൽ അകത്തുകൂടി പുറത്തേക്ക് നൽകുന്നൊരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടിരുന്നത്. അങ്ങനെ ഒരുപക്ഷെ ആദിലിനോട് കഴിഞ്ഞ ദിവസം തന്നെ ഈ അമ്മയും അച്ഛനും സംസാരിക്കുന്നതടക്കം നമ്മൾ കണ്ടതുമാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ഷെൽട്ടറിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും പിന്നീട് ബന്ധുവീട്ടിലേക്ക് മാറ്റുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിൽ സംരക്ഷണം ഒരുക്കുകയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇന്ന് ഇടപെടുകയും ചെയ്തത്. കൃത്യമായി തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകാനായിരുന്നു സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർക്ക് കൃത്യമായ സംരക്ഷണം ഒരുക്കണം എന്നതുകൂടി മന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ അയിരൂർ പോലീസ് ഈ മകൾക്കും മകളുടെ ഭർത്താവിനുമെതിരെ കേസും രജിസ്റ്റർ ചെയ്തിരുന്നു. 7 വർഷം കഠിന തടവടക്കം ലഭിക്കാൻ സാധ്യതയുള്ള തരത്തിലാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും അതിലൊരു നടപടി ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മകൾ ഈ വീട് വിട്ടു നൽകിയിരിക്കുന്നു എന്നതാണ്. അതായത് താക്കോൽ ഇന്ന് ഈ ബന്ധുവീട്ടിലായിരുന്നു ഈ വൃദ്ധ ദമ്പതികൾ താമസിച്ചിരുന്നത്. ആ ബന്ധുവീട്ടിലേക്ക് ഇവരുടെ മകൻ താക്കോൽ കൊണ്ട് നൽകുകയായിരുന്നു എന്നതാണ്. ആ താക്കോലുമായി ഈ വീട്ടിലെത്തിയപ്പോഴാണ് മകളും മകളുടെ മക്കളും ഒന്നും അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. നിലവിൽ പോലീസ് പറയുന്നത് അവർ മറ്റൊരു വാടക വീട്ടിലേക്ക് താമസം മാറിയതാകാനാണ് സാധ്യത എന്നതാണ്. കാരണം കേസ് എടുത്തതുകൊണ്ടും ഇത്തരം വലിയൊരു സംഭവം, ഇത് വലിയൊരു വാർത്തയായതുകൊണ്ടും ഏതായാലും അത്തരത്തിലൊരു കാര്യത്തിലേക്ക് വീട്ടുകാർ നീങ്ങിയതായിരിക്കും, ഈ മകളും കുടുംബവും നീങ്ങിയതായിരിക്കും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വൃദ്ധ ദമ്പതികൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, സുരക്ഷിതമായി കഴിയുന്നു. വിനീത, ഏറെ ആശ്വാസകരമായ വാർത്തയാണ്. പിതാവാണെങ്കിൽ അർബുദ രോഗിയാണ്. അവർക്ക് മരുന്നൊക്കെ വീടിന് പുറത്ത് നിർത്തി പുറത്തേക്ക് കൊടുക്കുന്ന തരം ക്രൂരത അതെന്തിനാണ് എന്നുകൂടി മനസ്സിലാകുന്നില്ല. ഏതായാലും ഇപ്പോൾ ഇടപെടലുണ്ടായിരിക്കുന്നു. അതിന് പിന്നാലെ വീട് അവർക്ക് തിരിച്ചു നൽകിയിരിക്കുകയാണ് എന്നതായ ആശ്വാസകരമായ വിവരമാണ് വരുന്നത്. സ്വന്തം മാതാപിതാക്കളോട് ഇത്തരം ക്രൂരത ചെയ്യുന്നത് ശരിയാണോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്. സുനിഷ അയ്യലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.